ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. സാമൂഹിക സമത്വത്തെക്കുറിച്ചാണ് പറയുന്നത്, സാമ്പത്തിക സമത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ മരുഭൂമിയിൽ വിശന്ന് വലഞ്ഞ ജനം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന കേട്ട ദൈവം, മനസ്സ് അലിവുള്ളവനായ ദൈവം, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് മന്ന വർഷിപ്പിക്കുകയാണ്. ഈ മന്ന വർഷിപ്പിക്കുമ്പോൾ അത് അവരെ പരീക്ഷിക്കുന്നതിന് കൂടിയിട്ടായിരുന്നു. ആ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവകൽപ്പന അവർ പാലിക്കുമോ ഇല്ലയോ എന്നറിയാനായിരുന്നു. അതുകൊണ്ടാണ് മന്ന വർഷിപ്പിക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ ശേഖരിക്കാവൂ എന്ന് പറഞ്ഞു. ഒരാൾക്ക് എത്രമാത്രം ഭക്ഷിക്കാനാകുമോ അത്രമാത്രമേ ശേഖരിക്കാവൂ എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ മന്ന വർഷിപ്പിക്കുന്നു. അങ്ങനെ മന്ന വർഷിപ്പിക്കുമ്പോൾ ഈ വിശന്ന് വലഞ്ഞ ജനം ആ കയ്യിൽ കിട്ടിയ മന്ന ആർത്തിയോടെ ഭക്ഷിക്കുകയല്ലായിരുന്നു ചെയ്തത്, മറിച്ച് അവർ വാരിക്കൂട്ടുവാനുള്ള വെമ്പലായിരുന്നു. അതായത് നാളത്തേക്ക് ശേഖരിച്ച് വെക്കുവാനുള്ള വെമ്പലായിരുന്നു. അങ്ങനെ ശേഖരിക്കുമ്പോൾ കയ്യൂക്കുള്ളവനും കാര്യസാധ്യം പ്രാപിക്കുന്നവനും സ്വാധീനമുള്ളവനൊക്കെ ശക്തിമാനൊക്കെ അവർ ഇങ്ങനെ ശേഖരിച്ചപ്പോൾ അവരുടെ പാത്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. എന്നാൽ ഈ ബലമില്ലാത്തവനും കയ്യൂക്കില്ലാത്തവനും കാര്യശേഷിയില്ലാത്തവനും സ്വാധീനമില്ലാത്തവനും ഒക്കെ ഈ അവൻ്റെ മുമ്പിലുള്ളതിലൂടെ ഈ കയ്യൂക്കുള്ളവൻ ഇങ്ങനെ ശേഖരിച്ചപ്പോൾ അവൻ്റെ പാത്രത്തിൽ കുറഞ്ഞുപോയി, ചില പാത്രത്തിൽ ഇല്ലാതെ പോയി. അപ്പം ഈ ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ കിട്ടത്തക്കവണ്ണം സമമായിട്ട് ദൈവം ഈ ഭൂമിയിലേക്ക് മന്ന പൊഴിച്ചപ്പോൾ ചിലർ അത് വാരിക്കൂട്ടി. ആ വാരിക്കൂട്ടിയപ്പോൾ മറ്റുള്ളവരുടെ പാത്രം കാലിയായി, ശൂന്യമായി, ഇവരുടെ പാത്രം നിറഞ്ഞു കവിഞ്ഞു. എന്നാൽ ഏറ്റവും ഒടുവിൽ നാം കാണുന്നത്, കൂടാരത്തിൽ പോയി അളന്നപ്പോൾ ഏറെ പെറുക്കിയവൻ ഏറെയും കുറേ പെറുക്കിയവൻ കുറേയും കണ്ടില്ല. എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു. ആ വെത്തപ്പെട്ട് അവരുടെ ശക്തി കൊണ്ടെല്ലാം വാരിക്കൂട്ടിയവനും ആ ബലമില്ലാത്തവന്, ശക്തിയില്ലാത്തവൻ, കയ്യൂക്കില്ലാത്തവൻ, അവൻ്റെ ആ ബലമില്ലായ്മയിൽ അവൻ ശേഖരിച്ചതും ആ അളന്നു നോക്കിയപ്പോൾ രണ്ടും ഒരുപോലെയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു അളവ്, ആ അളവ് പോലെ ഈ അളക്കുന്ന ദിവസം അല്ലെ വിധി ദിവസം നമ്മുടെ ജീവിതത്തിലുമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. കാരണം എത്രമാത്രം സമ്പാദിച്ചാലും ശരി, ഫ്ലൈറ്റ് ഉണ്ടായാലും ശരി, ഏക്കർ കണക്കിന് തോട്ടങ്ങളുണ്ടായാലും ശരി, ഫ്ലാറ്റ് ഉണ്ടായാലും എല്ലാം ശരി, അവനും ഏറ്റവും അവസാനം വേണ്ടത് 6 അടി മണ്ണാണ്. ഈ കടത്തിണ്ണയിൽ കിടക്കുന്ന ഒരു യാചകനും അവൻ മരിക്കുമ്പോൾ കിട്ടുന്നത് 6 അടി മണ്ണാണ്. ഒരുപക്ഷെങ്കിൽ ആ യാചകന് ഏതെങ്കിലും കടത്തിണ്ണയിൽ കിടക്കുന്ന അവൻ്റെ സ്വന്തമല്ല അവിടെ, പക്ഷെങ്കിൽ അത് അവൻ്റെ സ്വന്തമാവുകയാണ് മരിക്കുമ്പോൾ. അല്ലെങ്കിൽ അവിടെ അല്ല, ആരെങ്കിലും കണ്ട് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുമ്പോഴും അവന് സ്വന്തമായിട്ട് വസ്തു ഒന്നുമില്ല, എവിടെ കുഴിച്ചിടുന്നതോ അത് അവന് സ്വന്തമാണ്. ഇതാണ് സാമ്പത്തിക അല്ലെങ്കിൽ സാമൂഹിക നീതി എന്ന് പറയുന്നത്, സാമൂഹിക സമത്വം എന്ന് പറയുന്നത്. എവിടെയായാലും ഈ ഭൂമി എല്ലാവർക്കും ഒരുപോലെയാണ്. അത് മലയാളിയെന്നില്ല, തമിഴനെന്നില്ല, അല്ലെങ്കിൽ ഹിന്ദിക്കാരനെന്നില്ല, എവിടെ മരിച്ചാലും ഈ ഭൂമി എല്ലാവർക്കും ഒരുപോലെ സ്വന്തമാണ്. ആ 6 അടി മണ്ണ് എവിടെയായാലും കിട്ടുമെന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കോവിഡ് സമയത്ത് കണ്ടത്. കോവിഡ് സമയത്ത് ആ ഗൾഫ് മേഖലയിലൊക്കെ പ്രത്യേകിച്ച് ആ മൂർധന്യാവസ്ഥയിൽ ആദ്യകാലങ്ങളിൽ ഈ കോവിഡ് കാരണം മരിച്ചവർ, അത് ഭാഷാഭേദമില്ല, രാജ്യം എന്നുള്ള വ്യത്യാസമില്ല, വർണ്ണ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഷ, കളറ് ഒന്നും വ്യത്യാസമില്ല, അവരൊക്കെ മരിക്കുമ്പോൾ മരുഭൂമിയിൽ കൊണ്ട് അടക്കി എന്നുള്ളതാണ്. ആ മലയാളിയെയും തമിഴനെയും ഹിന്ദിക്കാരനെയും അറബിയെയും എല്ലാം, ആ ഗൾഫ് മേഖലയിലുള്ള എല്ലാ ആൾക്കാരെയും ആ മരുഭൂമിയിലാണ് അടക്കിയിരുന്നത്. അത് എവിടെയോ ഒക്കെയോ നമ്മൾ ജനിച്ചു, പക്ഷേ ഈ ലോകത്തുള്ള ഭൂമി മൊത്തം നമുക്കെല്ലാം ഒരുപോലെയാണ്. അവിടെ 6 അടി മണ്ണ് ആ അറബിക്കും ഉണ്ടായിരുന്നു, അവന് ഇഷ്ടം പോലെ എണ്ണപ്പാടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ അറബിക്കും 6 അടി മണ്ണ്, ഈ മലയാളിക്കും 6 അടി മണ്ണ്. ആ 6 അടി മണ്ണേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്ത നമ്മളെപ്പോഴും ഭരിക്കുന്ന നല്ലതാണ്. ഏറെ പെറുക്കിയവൻ ഏറെയും കുറെ പെറുക്കിയവന്
കുറേയും കണ്ടില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് കണ്ടത്. കാരണം അവിടെ നമുക്ക് ഏക്കർ കണക്കിന് വസ്തു ഉണ്ടായാലും ശരി, ഫ്ലാറ്റ് ഉണ്ടായാലും ഫ്ലൈറ്റ് ഉണ്ടായാലും ശരി, നമുക്ക് സ്വന്തമായിട്ടുള്ളത് 6 അടി മണ്ണാണ്. ഒന്നുമില്ലാത്തവനും ഈ 6 അടി മണ്ണേ ഉള്ളൂ എന്നുള്ളത് ബോധ്യം നമ്മെ ഭരിക്കണം. അത് കുറേ കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ഒരു പ്രശസ്തയായ ഒരു തെന്നിന്ത്യൻ നടി, സിനിമാ നടി, അവരെല്ലാ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. അത്രമാത്രം പ്രശസ്തയായിരുന്നു. അവര് ദുബൈയിലൊരു വിരുന്ന് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പഴ് അവര് എങ്ങനെയോ മരിച്ചുപോയി. അങ്ങനെ മരിച്ചപ്പഴ് ഇവിടുന്ന് പോകുന്നത് വിവാഹ സൽക്കാരമാണോ എന്തോ ഒരു വിരുന്ന് സൽക്കാരമാണ്. ദുബൈയില് വലിയൊരു സമ്പന്നന്റെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുവാൻ പോകുമ്പോൾ ആടയാഭരണങ്ങളൊക്കെ ധരിച്ച് വേഷഭൂഷാദികളോടെ പോയി. അങ്ങനെ അവിടെ വിരുന്ന് സൽക്കാരത്തിനിടയിലാണ് അവർ മരിക്കുന്നത്. തിരികെ വരുമ്പഴ് അവര് മോർച്ചറി വെക്കുന്ന സീന് ഉണ്ടായിരുന്നു, വൈറലായിരുന്നു. അതുപോലെ ഈ ഫ്ലൈറ്റേക്ക് ഫ്ലൈറ്റില് ഇങ്ങനെ ബോഡി വെക്കുന്ന സീനുണ്ടായിരുന്നു. അവിടെ അങ്ങോട്ട് ആടയാഭരണങ്ങളുമായിട്ട് പോയി, വേഷഭൂഷാദികളുമായിട്ടൊക്കെ പോയെങ്കില് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് മോർച്ചറിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. തട്ടായിട്ടുള്ള ഒരു മോർച്ചറി. ആ മോർച്ചറിയിൽ നടുക്ക് അവരുണ്ട്. മേളില് പാകിസ്ഥാനിയുടെ ബോഡിയാണോ താഴെ കെനിയക്കാരൻ്റെ ബോഡിയാണോ ഒന്നും അറിയാൻ വയ്യ. ആ ബോഡികൾക്കിടയിൽ വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ് അവരും കിടപ്പുണ്ട്. പ്രിയമുള്ളവർ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അവസാനം എന്ന് ഓർത്തോണം. എത്ര ഉണ്ടായാലും ശരി, എത്ര വെട്ടിപ്പിടിച്ചാലും ശരി, നമ്മൾ എവിടെ കിടന്ന് മരിക്കുന്നു അവിടമാണ് നമുക്ക് സ്വന്തം. അതായത് ആ 6 അടി മണ്ണേ സ്വന്തമുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ സുഭിക്ഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് കാരണമാകണം. കാരണം നമുക്ക് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്ന ബോധ്യത്തോടെ ജീവിച്ചുകൊണ്ട് നമ്മൾ എത്ര സമ്പാദിച്ചാലും ശരി, നമ്മളിങ്ങനെ സമ്പാദിച്ച് വെക്കുമ്പഴ് കയ്യൂക്കുള്ളവൻ കൂടുതൽ ശേഖരിച്ച് അവൻ്റെ പാത്രം നിറയ്ക്കുമ്പഴ് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: നമ്മൾ ശേഖരിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ കിട്ടേണ്ടതാണ്, മറ്റുള്ളവൻ്റെ അവകാശമാണ് നമ്മൾ ശേഖരിച്ച് വെക്കുന്നത്. അത് ആർക്കും പ്രയോജനമില്ല. കാരണം ഏറ്റവും ഒടുവിൽ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതാണ് പറയുന്നത്, നമുക്ക് 6 അടി മണ്ണേ ഉള്ളൂ. എത്ര സമ്പാദിച്ച് വെച്ചാലും ഏറ്റവും ഒടുവിൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ എത്ര ഇതൊക്കെ കേട്ടാലും നമുക്കത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ഒരു സാമൂഹിക നീതിയെക്കുറിച്ചാണ്, സാമ്പത്തിക നീതിയെക്കുറിച്ചാണ്. വേദപുസ്തകം പറയുന്നത് ഇതാണ്: ഏറെ പെറുക്കിയവൻ ഏറെയും, കുറെ പെറുക്കിയവൻ കുറേയും കണ്ടില്ല. എല്ലാവർക്കും ഒരുപോലെയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് ദുർഭിക്ഷം അനുഭവിക്കുന്നവർ, ഒന്നുമില്ലാത്തവന്, പാവപ്പെട്ടവന്, ഒരു നേരത്തെ ആഹാരമില്ലാത്തവന് നമ്മൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്നാൽ നമുക്കുള്ളതിൽ നിന്ന് അവന് ഒരു നേരത്തെ ആഹാരത്തിന് കൊടുക്കുമ്പഴ് ഏറെ പെറുക്കിയവൻ ഏറെയും, കുറെ പെറുക്കിയവൻ കുറേയും കണ്ടില്ല. സമത്വമാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമത്വത്തിലേക്ക് നമ്മുടെ സുഭിക്ഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് അനുഗ്രഹമാവണം. അവരുടെ ഇല്ലായ്മയെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണമാകണം. അല്ലാതെ ഇത് കൂട്ടിവെച്ചുകൊണ്ട് എവിടെ കൊണ്ടുപോകാനാ? ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്നത് 6 അടി മണ്ണേ ഉള്ളൂ എന്ന ബോധ്യത്തോടെ നമുക്കുള്ളത് പങ്കിടലിൻ്റെ അനുഭവത്തിലാവാം. മറ്റുള്ളവർക്ക് കൂടി കൊടുത്തുകൊണ്ട് ഈ വിശന്നിരിക്കുന്നവനും രോഗത്തിലിരിക്കുന്നതും പ്രയാസത്തിലിരിക്കുന്നതിനും ഒക്കെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വിശപ്പിന് ഒരു നേരത്തെ ആഹാരം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. അങ്ങനെ ഏറെ പെറുക്കിയവൻ ഏറെയും, കുറെ പെറുക്കിയവൻ കുറേയും കണ്ടില്ല. ആ അളവ്, അതായത് ആ കൂടാരത്തിൽ വന്ന് ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോഴേ ഏറെ പെറുക്കിയവൻ ഏറെയും, കുറെ പെറുക്കിയവന് കുറേയും കണ്ടില്ല. എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ നീതി. അവസാനം നമ്മൾ പോകേണ്ടത് ഈ 6 അടി മണ്ണിലേക്കാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാം. അതുകൊണ്ട് നമ്മുടെ സുഹൃതമാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. ആ മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സുകൃതം ചെയ്ത സുഹൃത പ്രവർത്തനങ്ങൾക്ക് അനുസരണമായിരിക്കുന്ന ബോധ്യത്തോടെ നമുക്ക് സുഹൃതം ചെയ്തുകൊണ്ട് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.